സാമ്രാജ്യങ്ങൾ ഉയർന്നും തകർന്നും പോയ ലോകം. യുദ്ധങ്ങളുടെ തീയിൽ ചരിത്രം വീണ്ടും രൂപം കൊണ്ട കാലം. രാജാക്കന്മാരും വിപ്ലവങ്ങളും മനുഷ്യരുടെ ഭാവി മാറ്റിമറിച്ച നിമിഷങ്ങൾ. മറഞ്ഞുപോയ ആ ചരിത്രങ്ങളെ വീണ്ടും ജീവിപ്പിക്കുന്ന യാത്രയിലേക്ക് സ്വാഗതം. നാപ്പോളിയന്റെ സൈന്യം യൂറോപ്പിനെ നടുക്കിക്കൊണ്ടിരുന്ന കാലം. രാജ്യങ്ങൾ ഒന്നിന് പിന്നാലെ ഒന്നായി അവന്റെ കീഴിലാകുകയായിരുന്നു. ഫ്രാൻസിന്റെ കൊടികൾ യൂറോപ്പിലുടനീളം സ്ഥാപിക്കപ്പെട്ടു. ഈ തേരോട്ടം രാജാക്കന്മാരെ ഭയപ്പെടുത്താൻ തുടങ്ങി. പക്ഷേ അധികാരത്തിന്റെ ആ മഹത്തായ യാത്ര ഒടുവിൽ തകർച്ചയിലേക്ക് നീങ്ങുമെന്ന് അവൻ അറിയില്ലായിരുന്നു. വിജയക്കൊതി കാരണം യുദ്ധങ്ങള് അധികരിച്ചപ്പോൾ നെപ്പോളിയൻ തന്റെ സൈന്യത്തെ വലുതാക്കേണ്ടി വന്നു. ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും യുവാക്കളെ മാത്രമല്ല, നിരവധി പ്രായപൂർത്തിയായ പുരുഷന്മാരെയും നിർബന്ധിച്ച് സൈന്യത്തിലേക്ക് ചേർക്കാൻ അവൻ കൽപ്പിച്ചിരുന്നു. കുടുംബങ്ങളെ വിട്ട് അന്യദേശങ്ങളിലേക്ക് പോകേണ്ടി വന്നിരുന്നു. അപ്പോൾ മറുഭാഗത്ത് അമ്മമാർ തന്നെ മക്കളെ ഓർത്ത് കരയുകയും ഭാര്യമാർ ഭർത്താവിനെ സങ്കടത്തോടെ യാത്രയയക്കുകയും ചെയ്തപ്പോഴും യുദ്ധത്തിന്റെ തീ അവസാനിച്ചില്ലായിരുന്നു. 1812 റഷ്യൻ മണ്ണിലേക്ക് കടന്ന നെപ്പോളിയന്റെ സൈന്യം കടുത്ത ശീതകാലത്തെ നേരിടേണ്ടി വന്നു. വിശപ്പും മഞ്ഞും രോഗങ്ങളും കാരണം ധാരാളം സൈനികർ മരണത്തിന്റെ വക്കിലായി. അതിനു പിന്നാലെ യൂറോപ്പിലെ വലിയ ശക്തികളായ ബ്രിട്ടൻ, പ്രഷ്യ, റഷ്യ, ഓസ്ട്രിയ എന്നീ രാജ്യങ്ങൾ ചേർന്ന് നാപ്പോളിയനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. 1815 വാട്ടർലൂ യുദ്ധത്തിൽ നാപ്പോളിയൻ തോറ്റപ്പോൾ യൂറോപ്പ് മുഴുവൻ ഒരു വലിയ മാറ്റത്തിന്റെ വക്കിലായിരുന്നു. അവനെ അവർ സെയിന്റ് ഹെലേന എന്ന ദ്വീപിലേക്ക് അയച്ചു. എന്നാൽ യൂറോപ്പ് ഇപ്പോഴും തകർന്ന അവസ്ഥയിലായിരുന്നു. പല രാജാക്കന്മാർക്കും അധികാരം നഷ്ടപ്പെട്ടു. രാജ്യങ്ങളുടെ അതിർത്തികൾ മാറി. യൂറോപ്പിന്റെ സ്ഥിതി ദിനംപ്രതി കൂടുതൽ അസ്ഥിരമായി മാറിക്കൊണ്ടിരുന്നു. ഈ സാഹചര്യത്തിൽ യൂറോപ്പിലെ ശക്തികൾ വീണ്ടും സമാധാനം കൊണ്ടുവരാനും വിപ്ലവത്തിന്റെ തീ അണയ്ക്കാനും വേണ്ടി ഒരു സഭ വിളിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്നയിൽ ഒരു മഹാസമ്മേളനം വിളിച്ചു ചേർത്തു. ഇതാണ് ചരിത്രത്തിൽ പ്രശസ്തമായ കോൺഗ്രസ് ഓഫ് വിയന്ന. 1814 മുതൽ 1815 വരെ യൂറോപ്പിലെ ശക്തരായ രാജ്യങ്ങളുടെ പ്രതിനിധികൾ അവിടെ ഒത്തുകൂടി. ഓസ്ട്രിയയുടെ വിദേശകാര്യമന്ത്രിയായ ക്ലെമൻസ് വോൺ മെറ്റർനിക് ആയിരുന്നു സമ്മേളനത്തിന്റെ പ്രധാന നേതാവ്. ബ്രിട്ടൻ, പ്രഷ്യ, ഓസ്ട്രിയ എന്നിവരായിരുന്നു പ്രധാന തീരുമാനങ്ങൾ എടുത്തത്. പിന്നീട് ഫ്രാൻസിനും ചർച്ചകളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചു. വിയന്ന നഗരം ആ മാസങ്ങളിൽ ഒരു വലിയ രാജ്ഞവേദിയായി മാറി. രാജാക്കന്മാരും മന്ത്രിമാരും മാത്രമല്ല, സംഗീത പരിപാടികളും നൃത്തവിരുന്നുകളും തുടർച്ചയായി നടന്നു. എന്നാൽ ആ വിരുന്നുകളുടെ പിന്നിൽ യൂറോപ്പിന്റെ ഭാവി എഴുതപ്പെടുകയായിരുന്നു. സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ 3 ആയിരുന്നു. ഒന്നാമത്, നാപ്പോളിയൻ തകർത്ത പഴയ രാജവംശങ്ങളെ വീണ്ടും അധികാരത്തിലേക്ക് കൊണ്ടുവരിക. ഇത് ലെജിറ്റിമസി എന്ന ആശയമായി അറിയപ്പെട്ടു. രണ്ടാമത്, ഫ്രാൻസ് വീണ്ടും ശക്തി പ്രാപിച്ച് യൂറോപ്പിനെ കീഴടക്കാതിരിക്കാൻ അതിന്റെ ചുറ്റും ശക്തമായ രാജ്യങ്ങൾ സൃഷ്ടിക്കുക. മൂന്നാമത്, യൂറോപ്പിൽ ബാലൻസ് ഓഫ് പവർ നിലനിർത്തുക. ഒരു രാജ്യം അത്യന്തം ശക്തിയാർജിക്കാതിരിക്കാനായിരുന്നു ഇത്. അങ്ങനെ നാപ്പോളിയന്റെ വീഴ്ചയ്ക്കു ശേഷം ഫ്രാൻസിൽ ബോർബൺ രാജവംശം വീണ്ടും സിംഹാസനത്തിലെത്തുകയും പഴയ രാജകീയ ഭരണക്രമം പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്തു. യൂറോപ്പിലെ ശക്തരായ ഭരണാധികാരികൾ തമ്മിൽ പല പ്രദേശങ്ങളും പുനഃക്രമീകരിക്കപ്പെടുകയും ചില രാജ്യങ്ങളുടെ സ്വാധീനം കൂടുതൽ വ്യാപിക്കുകയും ചെയ്തു. എന്നാൽ വിയന്ന കോൺഗ്രസ് മുഴുവനായും പ്രതികൂലമായിരുന്നില്ല. ദീർഘകാല യുദ്ധങ്ങൾക്ക് ശേഷം യൂറോപ്പിൽ ഏകദേശം 40 വർഷത്തോളം വലിയ യുദ്ധങ്ങൾ ഒഴിവാക്കാൻ ഈ സമ്മേളനത്തിന് സാധിച്ചു. അതേസമയം സ്വാതന്ത്ര്യത്തിന്റെ ചിന്തകൾ യൂറോപ്പിൽ ഇതിനകം പടർന്നിരുന്നതിനാൽ പഴയ ഭരണക്രമം പൂർണ്ണമായി തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ചില രാജ്യങ്ങളിൽ സമ്പന്നരായ പുരുഷന്മാർക്ക് മാത്രം പരിമിതമായ വോട്ടവകാശം ലഭിച്ചെങ്കിലും സ്ത്രീകൾക്കും ദരിദ്രർക്കും ഇപ്പോഴും അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിരുന്നു. എന്നാൽ രാജാവിന്റെ ഇഷ്ടം മാത്രമല്ല, ജനങ്ങളുടെ അഭിപ്രായവും രാഷ്ട്രീയത്തിൽ പരിഗണിക്കപ്പെടണം എന്ന ആശയം ശക്തി പ്രാപിക്കാൻ തുടങ്ങി. ഇംഗ്ലണ്ടിൽ രാജാവിന്റെ അധികാരം കുറയുകയും പാർലമെന്റിന്റെ ശക്തി വർദ്ധിക്കുകയും ജനങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കുകയും ചെയ്തു. ഫ്രാൻസിൽ പുതിയ ചർച്ചകൾ ഉയർന്നു. ജനങ്ങൾക്ക് അധിക അവകാശങ്ങൾ വേണമെന്ന ആവശ്യം ശക്തമായി. യൂറോപ്പിലാകെ വിദ്യാർത്ഥികളും മധ്യവർഗവും രാഷ്ട്രീയാവകാശങ്ങൾ ആവശ്യപ്പെട്ടു. പക്ഷേ ക്ലെമൻസ് ഫോൺ മെറ്റർനിച്ച് ഇതെല്ലാം വലിയ ഭീഷണിയായി കണ്ടു.
ദേശീയതയും ജനാധിപത്യവും യൂറോപ്പിനെ വീണ്ടും വിപ്ലവത്തിലേക്ക് നയിക്കുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. അതിനാൽ സർവകലാശാലകൾ നിരീക്ഷിക്കപ്പെടുകയും പത്രങ്ങൾ സെൻസർ ചെയ്യപ്പെടുകയും സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിച്ചവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ആശയങ്ങളെ തടയാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. രഹസ്യയോഗങ്ങളും വിപ്ലവഗാനങ്ങളും യൂറോപ്പിലുടനീളം പടർന്നു. വിയന്ന കോൺഗ്രസ് യൂറോപ്പിൽ സമാധാനം കൊണ്ടുവന്നെങ്കിലും അതോടൊപ്പം പുതിയ ദേശീയ പ്രസ്ഥാനങ്ങളുടെ വിത്തുകളും വിതച്ചിരുന്നു. ആ വിത്തുകൾ പിന്നീട് ചരിത്രത്തെ മാറ്റിമറിക്കുമെന്ന് അവർ ഒരിക്കലും തിരിച്ചറിഞ്ഞില്ലായിരുന്നു.